ഇങ്ങനെ കൊണ്ടുപോകണവരെ സ്വർണം തട്ടിക്കൊണ്ടുപോവുക. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൽ പിന്നെ ആ സ്വർണം വഴി തട്ടിക്കൊണ്ടുപോകത്രേ. അങ്ങനെ തട്ടിക്കൊണ്ടുപോയപ്പോൾ തട്ടിക്കൊണ്ടുപോയാലും തട്ടിക്കൊണ്ടുപോകണ ആളുണ്ടത്രേ. അതായത് ഒരു തട്ടിക്കലല്ല, 2-3 തട്ടിക്കൽ. ഇങ്ങനെ ഈ തട്ടിക്കലേറെ കൂടി റോട്ടിലിറങ്ങി നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താവും? സംഗതി കുടുങ്ങൂലേ? 5 ആളാ മരിച്ച് ഒരു അപകടത്തിൽ. മനസ്സിലായി നിങ്ങൾക്ക്? ഈ അടിച്ചു മാറ്റിയാലും പിടിക്കാൻ വേണ്ടി അതിനടിച്ചു മാറ്റാൻ വരിക. ഇവർ തമ്മിൽ സ്പീഡ് പോയിട്ട് കൂട്ടി 5 ആൾ മരിച്ചു. ഇതിൻ്റെ പേരെന്താ? അതിൻ്റെ പേരാണ് ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം. അത് പറ്റൂല കേരളത്തിൽ. മനസ്സിലായി നിങ്ങൾക്ക്? അങ്ങനെ സ്വർണം കടത്തി കൊണ്ടുപോകുക, അതിൻ്റെ പിടിക്കാൻ നടക്കുക, തമ്മിൽ തല്ലുക, എന്നിട്ട് ഇടിക്കുക, പിടിക്കുക, വെടിവെക്കുക, അല്ലെങ്കിൽ ക്രമസമാധാനം തകർക്കുക എന്ന പ്രശ്നം കേരളത്തിൽ പിണറായി മുഖ്യമന്ത്രിയാവുമ്പോൾ പറ്റൂല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പോലീസിനെ കൊണ്ട് ഇത് പിടിപ്പിച്ചത്. ആരും സംശയിക്കൊന്നും വേണ്ടതിൽ. ഇനിയിപ്പോൾ ആരെങ്കിലും കരുതുന്നുണ്ട് കുറച്ച് കടത്തിയിട്ടാണ്ട് പോയി തട്ടിക്കൊണ്ടുപോച്ചാൽ പിടിച്ചിട്ട് ഉള്ളിലേക്ക് ഇടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് ന്യായമായ പ്രവർത്തനമല്ലേ? ഇതൊരു കുറ്റാണോ? കള്ളനെ പിടിക്കാൻ പാടില്ലേ? കള്ളക്കടത്തേനെ പിടിക്കാൻ പാടില്ലേ? ക്രിമിനലിനെ പിടിക്കാൻ പാടില്ലേ? അത് പിടിക്കണ്ടേ? അതല്ലേ കേരള ഗവൺമെന്റ് ചെയ്യണത്. അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല നിവൃത്തിയുണ്ടോ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഗവൺമെന്റിന്റെ വഴിക്കാ പോവാ, നല്ല നിലയ്ക്കാ പോവാ. ആ ഗവൺമെന്റിനെ എന്തിനാ തകർക്കാൻ ശ്രമിക്കുന്നത്? ആരുടെ അജണ്ട അത്? കേരള ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തൽ ആരുടെ അജണ്ടയാ? RSS അജണ്ടയാണ്. നരേന്ദ്രമോദി, RSS ഇവരുടെ അജണ്ടയാണ് കേരള ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളത്. മോഹൻ ഭഗവത്തിന്റെ പ്രസംഗങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? കമ്മ്യൂണിസത്തെ ഇല്ലാതാക്കണം. അതാണ് മോഹൻ ഭഗവത് പ്രസംഗിക്കുന്നത്. കേരളത്തിന് ന്യായമായി തരാതിരിക്കുക, അതാണ് നരേന്ദ്രമോദി. കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് കേരള ഭരണത്തെ തടയാൻ ശ്രമിക്കുക, അതാണ് നരേന്ദ്രമോദി. അപ്പൊ കേന്ദ്ര നയം ഗവർണർമാർ ഉപയോഗിച്ച് കേരളത്തിന്റെ വികസനത്തെ തകർക്കുക, അതാണ് ഇവരുടെ നയം. ഗവർണറൊക്കെ എന്തെല്ലാം ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കിയത്. ആ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഗവർണർ ഇവിടെ നിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ ഞാൻ കണ്ടുള്ളൂ. തിരുവഞ്ചൂർ രാധാകൃഷ്ണ, കോൺഗ്രസ്. മനസ്സിലായോ? ഈ തകരാറിനെയല്ലേ നമ്മൾ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടല്ലേ നമ്മൾ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ഏറ്റവും ശക്തമായ നിലപാട് നമ്മൾ ഇവർക്കെതിരായി സ്വീകരിക്കുന്നത്. അപ്പോൾ വേറെ ചിലർ മാർക്സിസ്റ്റുകാരും RSSകാരും തമ്മിൽ കേരളത്തിൽ സഖ്യമാണ്. അത് പറയുന്നോണ്ട് യഥാർത്ഥ തൊലിയാണോ അതോ കണ്ടാമൃഗത്തിൻ്റെ തൊലിയാണോ അതോ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ തൊലിയാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി പറഞ്ഞവനെ കണ്ട നിങ്ങൾ നോക്കിയേക്കണേ, കയ്യുമ്മിൽ നിന്ന് പിടിച്ചു നോക്കിയേക്കണം യഥാർത്ഥ തൊലിയാണോ എന്ന് നോക്കൂ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 280-ലേറെ സഖാക്കൾ ജീവനുണ്ട് കൊടുത്തില്ലേ? ഇവിടെ 252 സഖാക്കൾ ജീവൻ കൊടുത്തല്ലേ RSSനെ കേരളത്തിന് പ്രതിരോധിച്ചത്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ RSS ഉയർത്തുന്ന തെറ്റായ രാഷ്ട്രീയ നിലപാടുകളെ, അതിൻ്റെ പ്രതിലോമതയെ, അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അപകടകരമായ പ്രത്യാഘാതങ്ങളെ ജനങ്ങളുമായി പങ്കുവെച്ച് അതിനെ നേരിടാൻ സമൂഹത്തെ തയ്യാറാക്കുന്ന രാഷ്ട്രീയ പ്രക്രിയയിൽ നിന്ന് ഈ CPIM എപ്പോഴെങ്കിലും ഒരു കഴഞ്ച് മാറി നിന്ന ഒരു സന്ദർഭം ചരിത്രത്തിൽ നിന്നും രേഖപ്പെടുത്താനാവുമോ? ഏതെങ്കിലും ഒരു സന്ദർഭം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി RSSുമായി ഏതെങ്കിലും തരത്തിലുള്ള സന്ധിയോ നീക്കുപോക്കോ ഉണ്ടാക്കിയത് ചരിത്രത്തിൽ നിന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എല്ലായ്പ്പോഴും ഞങ്ങളതിനെ നേരിട്ട് പോയിട്ടുണ്ട്. ഒരു സംശയം ആർക്കും വേണ്ട. RSS പ്രതിനിധാനം ചെയ്യുന്നത് തെറ്റായ ഒരാശയവും പ്രത്യയശാസ്ത്രവുമാണ്. ആ പ്രത്യയശാസ്ത്രത്തെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കുന്നില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അതിനെ ഞങ്ങൾ എതിർത്തുകൊണ്ടിരിക്കും. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ എങ്കിൽ ആ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ശരിയായ രാഷ്ട്രീയ നിലപാടിന് വേണ്ടി തന്നെയാണ് നിലയുറപ്പിക്കുക. ആ നിലപാടിലാണ് ഞങ്ങൾ നിൽക്കുക. ലാഭക്കച്ചവടം രാഷ്ട്രീയത്തിൽ നടത്താനല്ല ഈ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പാവങ്ങൾക്ക് വേണ്ടി അവൻ്റെ ജീവിത പ്രയാസങ്ങൾ ലഘൂകരിക്കാനും പരിഹരിക്കാനും വേണ്ടിയാണ്. ആ കാഴ്ചപ്പാടില്ല കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് കളവടിച്ച് വീശിയല്ലേ. അൻവർ ഏറ്റവും ചെറുതായത് എപ്പോഴാണെന്ന് അറിയുങ്ങൾ? അൻവർ ഏറ്റവും ചെറുതായത് ഇവിടെ ഇരിക്കുന്ന സഖാവ് EN മോഹൻദാസിനെ RSSകാരനാണെന്ന് പറഞ്ഞപ്പോഴാണ് ഏറ്റവും ചെറുതായിപ്പോയി.
ഒരാൾ എങ്ങനെ ഇങ്ങനെ മോശമാകും? ഇത് അനൂർ പറയുന്നത് മാത്രമല്ല കേട്ടോ. നിങ്ങൾ ഞങ്ങൾ വിചാരിക്കേണ്ട, അത് ഈ കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നതാ. കോൺഗ്രസ്സുകാർ മുഴുവൻ CPM കുറിച്ച് എന്താ പറയണേ? എന്താ പറഞ്ഞേ? വർഗീയവാദികൾ എന്താ പറയുന്നത്? മുസ്ലിം വർഗീയവാദികൾ എന്താ പറയുന്നത്? എല്ലാവരും നമ്മളെ കടന്നാക്രമിക്കുക. കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴെങ്കിലും ഈ സന്ധി കോൺഗ്രസിന്റെ സ്ഥിതി ആലോചിച്ചു നിങ്ങൾ. കോൺഗ്രസ് എപ്പോഴാ RSSന്റെ വോട്ട് രാത്രി പോയി വാങ്ങാത്തത്? ഒരു തെരഞ്ഞെടുപ്പ് ഏതാ? ഒരു സന്ദർഭം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് RSSയോട് കൂട്ടുകൂടാതിരുന്നത് എപ്പോഴാ? സഖാവ് EMSനെതിരെ വിമോചന സമരം 1960 EMS പട്ടാമ്പിയിൽ മത്സരിക്കുക. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആദ്യം പിന്മാറിയതാരാ? കാർഷിക പരിഷ്കരണമൊക്കെ പാസാക്കി വിമോചന സമരത്തെ അഭിമുഖീകരിച്ച് വന്ന EMS നമ്പൂതിരിപ്പാടാ. 14 കേന്ദ്ര മന്ത്രിമാരെയാണ് ആ പട്ടാമ്പിയിൽ. അന്ന് റോഡും ഇല്ല, പാലും ഇല്ല, തോടും ഇല്ല, അങ്ങനത്തെ ഒരു പട്ടാമ്പിയാ. പറമ്പും പട്ടാമ്പിയിലെ പറമ്പ് കൂടിയും പാടത്തുകൂടിയൊക്കെ നടക്കല്ലേ. ഗോസായി സ്വാമി കേന്ദ്രമന്ത്രിയാ, കയ്യും വീശിയിട്ട് ബസ്സില്ലല്ലോ, കാറും പോവില്ല. അങ്ങനത്തെ നാട്ടുകൂടി നമ്മളെ ചാലിശ്ശേരി, തിരുമിറ്റക്കോട്, നഗലശ്ശേരി, പിന്നെ ആ സ്ഥലത്തു കൂടി ഇങ്ങനെ നടക്കുകയാണ്. ആരാ വരുന്നത്? കേന്ദ്രമന്ത്രി ഗോവിന്ദ വല്ലഭ് പന്ത്. ആരാണ്? UP മുഖ്യമന്ത്രി. എവിടെയാണ് നിൽക്കുന്നത്? തിരുമിറ്റക്കോട്. അവിടെ വെറും പന്നി മാത്രമേ ഉള്ളൂ, കാട്ടുവന്നി. ഇപ്പം അതുള്ള കാല ആ നാട്ടുകൂടിയാണ് നടക്കേണ്ടി വരും, കയ്യും വീശിയിട്ട്. എത്ര കേന്ദ്രമന്ത്രിമാർ ഇവിടെ വന്നു. ആ തെരഞ്ഞെടുപ്പിൽ RSSന്റെ ജനസംഘം ചെയ്തത് ഇവിടെ ഏറ്റവും ആദ്യം തോൽപ്പിക്കപ്പെടേണ്ടത് EMS നമ്പൂതിരിപ്പാടായതുകൊണ്ട് ഞങ്ങളുടെ പിന്തുണ കോൺഗ്രസിനാണ് പ്രഖ്യാപിച്ചു. ജനസംഘം 1970 സഖാവ് AKG മത്സരിച്ചു പാലക്കാട്ട്. ആരായിരുന്നു എതിർ സ്ഥാനാർത്ഥി? RSSന്റെ നേതാവ് ഗോവിന്ദൻ. ആരായിരുന്നു കൂട്ടാളി? കോൺഗ്രസ്. സതീശൻ പുതിയ തീർന്ന കോൺഗ്രസ് ആവും. മനസ്സിലാക്ക്. അപ്പൊ EMSനെതിരെ RSSന്റെ കൂടെ കോൺഗ്രസ്, AKGക്കെതിരെ RSSന്റെ കൂടെ കോൺഗ്രസ്. ഇവിടെ VP സിംഗിന്റെ ഒരു ഗവൺമെന്റ് വന്നില്ലേ? ആ ഗവൺമെന്റിനെതിരെ അവിശ്വാസം പാർലമെന്റിൽ വന്നില്ലേ? അവിശ്വാസത്തിനെതിരായിട്ട് കൈകോർത്ത് പിടിച്ച് VP സിംഗിനെ താഴെ ഇറക്കാൻ ഒരുമിച്ച് വോട്ട് ചെയ്ത, ഒരുമിച്ച് പാർലമെന്റിലേക്ക് വന്ന കൂട്ടരാരാ? ഒന്ന് രാജീവ് ഗാന്ധി, ഇപ്പുറത്തോ അടൽ ബിഹാരി വാജ്പേയിയും അദ്വാനിയും. രണ്ടാളും ഇവരും എല്ലാവരും കൂടി ഒരുമിച്ച് കൈ പൊന്തിക്കുന്നത് ഇന്ത്യയുടെ പാർലമെന്റിൽ കണ്ടു നിന്ന ഒരാളാണ് ഞാൻ.